Hi dear children, welcome back to the chapter 6. In the last class, we have discussed about how to convert from set builder form to roster form and from roster form to set builder form. Today, we are going to discuss about more types of sets. There are so many types of sets. Firstly, we are going to discuss empty set. Empty set is a set which does not contain any element. A set which does not contain any element is called empty set. It is also called null set and void set. Empty set, null set and void set. It is a set which does not contain any element. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെയാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. എംപ്റ്റി ആണ്, കാലിയാണ്, അതിൽ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇങ്ങനെയാണ് എംപ്റ്റി സെറ്റ് ഡിനോട്ട്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കേട്ടാ, ഒരു സെറ്റ് തുറന്ന് അപ്പുറത്തെ ഒരു സെറ്റ് അടച്ചു ചെയ്യും. ഇതാണ് എംപ്റ്റി സെറ്റ് ഡിനോട്ട്. പിന്നെ ഇങ്ങനെയും സൂചിപ്പിക്കാറുണ്ട്, ഇത് ഫൈ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എംപ്റ്റി സെറ്റിനെ ഫൈ എന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇത് രണ്ട് എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ സെറ്റിൽ ഒരു എലമെന്റും ഇല്ല എങ്കിൽ അതിനെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. അല്ലെ? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ A equal to set of all x such that x natural number ആണ്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ ആണോ? 5നും 6നും ഇടയിലുള്ള set of all x such that x belongs to natural number 5 less than x less than 6. 5നും 6ന്റെയും ഇടയിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിന്റെ ഉള്ളിലുണ്ട്. 5നും 6നും ഇടയിലെ എല്ലാ നാച്ചുറൽ അങ്ങനെ നാച്ചുറൽ നമ്പർ ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോ ഈ സെറ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിനെ റോസ്റ്റർ ഫോം ആക്കിയാൽ നമുക്കൊരു സെറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് എഴുതാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെറ്റ് നമ്മൾ എഴുതും. അതുകൊണ്ട് ഇത് ഒരു എംപ്റ്റി സെറ്റ്. വേറെ കൺസെപ്റ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വൈ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയും. ആ വൈ ഒക്കെ നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെയുള്ളത് എന്നോ അതിനെ സ്കോർ ചെയ്താൽ 10 കിട്ടും. സ്കോർ ചെയ്താൽ 10 കിട്ടുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇതിന്റെ ഉള്ളിലുണ്ട്. സ്കോർ ചെയ്താൽ 10 കിട്ടുന്നത് ഏതാ? ഇപ്പൊ y സ്കോർ ഈക്വൽ ടു 10. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 10 എന്ന് പറഞ്ഞാൽ പ്ലസ് റൂട്ട് 10 കിട്ടും, മൈനസ് റൂട്ട് 10 കിട്ടും. ഇത് പ്ലസ് 3 പോയിന്റ് സംതിങ് ആണ്, ഇത് മൈനസ് 3 പോയിന്റ് സംതിങ്. ഇത് രണ്ടും നമ്പേഴ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ എലമെന്റ്സ് ഉണ്ട്. പക്ഷേ y ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ആ y എങ്ങനെയുള്ളവരാ? നാച്ചുറൽ നമ്പറായി വരുന്ന വൈകളാണ്. അങ്ങനെ നാച്ചുറൽ നമ്പറായി വരുന്ന വൈകൾ ഇതിലില്ല. സോ ഇതിന്റെ റോസ്റ്റർ ഫോം നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു എലമെന്റിനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സെറ്റാണ്. ഇവിടെ ഇതില്ലായിരുന്നു എങ്കിൽ സെറ്റ് ഓഫ് ഓൾ y such that y score equal to 10. സ്കോർ ചെയ്താൽ 10 കിട്ടുന്ന എല്ലാ വൈകളും അതിലുണ്ട് എന്നാവും ഇതിലേക്ക്. അപ്പൊ സ്കോർ ചെയ്താൽ 10 കിട്ടുന്ന ആളുകൾ ആയിരിക്കുന്നു പ്ലസ് റൂട്ട് 10 പോണോ മൈനസ് റൂട്ട് 10, രണ്ട് ആളുകൾ ഉണ്ടാവും. ഇനി ഇവിടെ ഇന്റിജർ ആണെങ്കിലോ y ബിലോങ്സ് ടു ഇന്റിജർ. ഇതാണ് വാല്യൂസ്. ഇതിൽ ഇന്റിജർ ആയിട്ട് ഏതുമില്ല. അതുകൊണ്ട് ഇത് എംപ്റ്റി. ഇനി റിയൽ നമ്പർ എന്ന് കാണിച്ചാലോ? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതെല്ലാം എടുക്കാം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ്. Okay, so set of all y set that y belongs to n, y score equal to 10. ഇങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഇങ്ങനെ ഉള്ള എലമെന്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് വേറെ കാണിച്ചാൽ c equal to set of all x such that x belongs to natural number. x നാച്ചുറൽ നമ്പർ ആണ്. less than 1. എല്ലാ എക്സും ആണ്. എക്സ് നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെയുള്ള ലെസ് ദാൻ 1, ഒന്നിനേക്കാൾ ചെറിയ.
ഒന്നിനേക്കാൾ ചെറിയ എല്ലാ നാച്ചുറൽ നമ്പറും ഇതിൽ പെടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്, എംപ്റ്റിയാണ്. ഇവിടെ ബിലോങ്സ് ടു Z എന്നായിരുന്നു, such that x belongs to Z ഇന്റിജർ ആയിരുന്നെങ്കിൽ ഒന്നിനേക്കാൾ ചെറിയ എല്ലാ ഇന്റിജറും പറ്റും. ഏതൊക്കെ ഒന്നിനേക്കാൾ ചെറുതില്ല? 0, പിന്നെ -1 -2 അങ്ങനെ ഫുൾ പോകും. ഓക്കെ, പോസിറ്റീവ് അല്ലാത്ത എല്ലാ ഇന്റിജേഴ്സും. റിയൽ നമ്പർ ആണെങ്കിലോ, റിയൽ നമ്പർ ആണെങ്കിൽ 1 എന്ന ആ റിയൽ ലൈൻ ഓർമ്മല്ലേ, ആ 1 എന്ന പോയിന്റ് അപ്പുറത്തുള്ള എല്ലാ എലമെന്റ്സും ഒരുപാട് എല്ലാ പോയിന്റുകളും അതിൽ വരും. ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു, ഒന്നിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ പറഞ്ഞത്, അതുകൊണ്ട് ഒന്നിന് താഴെ നാച്ചുറൽ നമ്പർ ഇല്ല, അതുകൊണ്ട് ഏത് എലമെന്റ്സുകളൊന്നും ഇല്ല. ഓക്കെ, ഇതാണ് എംപ്റ്റി സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈനൈറ്റ് സെറ്റ്. A set which is empty or a definite number of elements is called finite set. Empty set or a definite number of elements is called finite set. Otherwise, the set is called infinite set. Finite set to infinite set. Finite എന്ന് പറഞ്ഞാൽ definite number of elements. ഇത്ര എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണി തീർക്കാൻ പറ്റും. എത്ര എണ്ണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമുക്ക് അതിനെ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്റ്റി ആകാം, എംപ്റ്റിയെ ഫൈനൈറ്റ് ആയിട്ട് പറയാം. എംപ്റ്റി ഓർ എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്, ഒരു പ്രത്യേക നമ്പറുകൾ ഉണ്ട്, ഇത്ര എണ്ണമുണ്ട് എന്ന് പറയുന്ന എല്ലാ സെറ്റും ഫൈനൈറ്റ് സെറ്റ്. ഇപ്പോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം, സെറ്റ് 1 2 3 4 5 6 എക്സെട്ര. അത് അങ്ങനെ അനന്തമായിട്ട് പോവാണ്, അത് അവസാനിക്കുന്നില്ല. എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നമുക്ക് തുടങ്ങാം 1 2 3 ഓരോരുത്തർ എണ്ണി തുടങ്ങും, പക്ഷെ എണ്ണി തീർക്കാൻ കഴിയില്ല എത്ര എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. നേരെ കുറച്ച് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 20, 20നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 20ന് താഴെ വരും, കാരണം 1 2 3 എക്സെട്ര 19 വരെ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 300, 100നും 300നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതിന് പരിധിയുണ്ട്. 100നും 300നും ഇടയിലായിരിക്കും 101 102 103 അങ്ങനെ വന്ന് 300 തൊട്ട് താഴെ 299. അത് എണ്ണി തുടങ്ങാനും മറ്റും അവസാനിപ്പിക്കും. എത്ര ഉണ്ടെന്ന് പറയാം. Set of all natural numbers less than 10,000, 10,000ൽ താഴെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും. ഓക്കെ, അതിനൊരു ലിമിറ്റ് 10,000 തൊട്ട് മുമ്പ് വരെ എണ്ണിയാൽ മതി. അപ്പൊ ഒരു ലിമിറ്റ് കൊടുത്തത് അത് ഡെഫിനറ്റ് ആണ്, ഇത്ര എണ്ണം നമുക്ക് എണ്ണി തീർക്കാം. ഓക്കെ, അതാണ് ഫൈനൈറ്റ് സെറ്റ്. A equal to 1 2 3 4. എണ്ണി തുടങ്ങാൻ തീർക്കാൻ എത്ര ആണെന്ന് പറയാൻ പറ്റും അല്ലെ, 4 എലമെന്റ്സ്. B equal to set of all x such that x integer ആണ്. എങ്ങനെയുള്ള സ്കോർ ചെയ്താൽ 36 കിട്ടുന്ന, സ്കോർ ചെയ്താൽ 36 കിട്ടുന്ന ആളുകൾ എങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ ആളുകൾ ഇന്റീജർ. അപ്പൊ ആർക്ക് വരിക, എക്സ് സ്ക്വയർ 36 ആണെങ്കിൽ x ഈക്വൽ ടു 36ന്റെ റൂട്ടിൽ പ്ലസ് ഓർ മൈനസ് വരുമ്പോ +6ഉം -6ഉം അല്ലെ. അതിന് എലമെന്റ്സുകൾ ഇതാണ് ആ സെറ്റിന്റെ ഉള്ളിൽ കാണുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ റോസ്റ്റർ ഫോം ആണ്. അപ്പോ ഇതിൽ എത്ര എണ്ണം നമുക്ക് എണ്ണി തീർക്കാൻ പറ്റും, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഇതൊരു ഫൈനൈറ്റ് സെറ്റ്. C ഈക്വൽ ടു set of all y or set of all x, what it is, such that y is a prime number less than 23. y ഒരു പ്രൈം നമ്പർ ആണ്, ഏതിനേക്കാൾ ചെറിയ 23നേക്കാൾ താഴെ. അപ്പൊ നമുക്ക് എണ്ണാൻ പറ്റും 2 3 5 അങ്ങനെ പോയിട്ട് 23 തൊട്ട് താഴെ വരുന്നത് 19 ആണ്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റും. അതും എന്താണ്, ഫൈനൈറ്റ്. k equal to set of all or k equal to 2 4 6 8 etc. ഇത് അങ്ങനെ അനന്തമായി പോവുകയാണ്, ഇൻഫൈനൈറ്റ് ആണ് ഈ സെറ്റ്. നേരെ മറിച്ച് എക്സെട്ര
ഇവിടെ ഒരു നമ്പറിൽ അവസാനിക്കണമെങ്കിൽ 180 ആണെങ്കിൽ 2, 4, 6 എക്സെട്ര 180 ആണെങ്കിൽ ഇത് അങ്ങനെ ഒരുപാട് പോകുന്നുണ്ടെങ്കിലും അത് എവിടെ അവസാനിക്കുന്നുണ്ട് 180 അത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എണ്ണി തീർക്കാൻ പറ്റും. ഇപ്പൊ ഇതെന്തായി ഫൈനൈറ്റ്. 1, 2, 3 എക്സെട്ര ആണെങ്കിൽ ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽസ്. ഇതാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ആണ്. അതിന് ലിമിറ്റ് കൊടുത്ത് നിർത്തിയാൽ അത് ഫൈനൈറ്റ് ആയി മാറും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഇന്റിജർ ആണ്. എങ്ങനെയുള്ളതോ ഒരു -3ക്കും 8നും ഇടയിലുള്ള ഇതിനിടയിലുള്ള എല്ലാ ഇന്റിജറും ഏതൊക്കെ വരാം? -3യും +8ന്റെ ഇടയിലേക്ക് വരാം. -3ന്റെ -2 -1 0 1 2 3 4 5 6 7 വരും അല്ലെ. 8ഉം -3യും ഒഴിവാണ്. ഇനിയിപ്പോ 8 -3 ഇന്ത്യയിലും കുഴപ്പമില്ല, ഒരു ഭാഗത്ത് മാത്രം ഇക്വൽ കുഴപ്പമില്ല. അത് ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് തീർക്കാം, എണ്ണി തീർക്കാൻ പറ്റും. ഇത് ഫൈനൈറ്റ് ആണ്. ഓക്കെ, set of all x such that x is a natural number less than 22. നാച്ചുറൽ നമ്പർ ആണ് less than 22. 22നേക്കാൾ താഴെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം 1 2 3 അവിടെ വരെ പോകും, 22ന്റെ താഴെ വരെ പോകും അല്ലെ, നിൽക്കുന്നുണ്ട്. അത് ഫൈനൈറ്റ് ആണ്. നേരെ മറിച്ച് x is a natural number greater than 22 ആണെങ്കിലോ 22നേക്കാൾ മുകളിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതൊക്കെ ഉണ്ടാവാം 23 ഉണ്ടാവും, 24 25 അങ്ങനെ പോകൂലെ, അവസാനിക്കില്ല. അത് ഇൻഫൈനൈറ്റ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. എല്ലാ ഇന്റിജേഴ്സും ആലോചിച്ചാൽ 1 2 3 അങ്ങനെ അങ്ങോട്ടും 0 -1 -2 -3 രണ്ടും എക്സ്ട്രീം അങ്ങനെ പോകണം, അറ്റല്ല. അതെന്താണ്? അത് ഇൻഫൈനൈറ്റ് ആണ്. നേരെ മറിച്ച് ഇത്രതിന് താഴെ ഇതിനും ഇടയില്ല -20യുടെയും +30ക്കും ഇടയിലുള്ള ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ -20നും +20നും ഇടയിലുള്ള ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അത് -19 -18 അങ്ങനെ 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 0 വരും, 1 2 3 അങ്ങനെ വന്ന് +19 അല്ല +29 എവിടെ വരെ അവിടെ വരെ പോകുമ്പോൾ നിൽക്കും. അത് അവസാനിക്കുന്നത് ഫൈനൈറ്റ്. ഓക്കെ, ഇതാണ് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ് ആണ് പറയുന്നത്. ഈക്വൽ സെറ്റ് പറയണമെങ്കിൽ, തുല്യം എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടെണ്ണമാണ് അല്ലെ. ഓക്കെ, two sets A and B are said to be equal sets if they have same elements, if they have exactly same elements. Two sets A and B are said to be equal sets if they have the exactly same elements. ഒരേ എലമെന്റുകൾ തന്നെയാണ് വരുന്നതെങ്കിൽ അത്തരം സെറ്റുകളെയാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നത്. A equal to set 5 6 10, B equal to 5 6 10. ഇതില് 5ഉം 6ഉം 10ഉം ഉണ്ട് എന്ന സെറ്റ്. ഇതിലുമുണ്ട് 5ഉം 6ഉം 10ഉം. ഇതേ എലമെന്റ്സുകൾ തന്നെയാണ്, ഇത് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണ്. A equal to B എന്ന് നമുക്ക് അവിടെ പറയാം. M equal to set of all x such that x square equal to 60. Where k equal to -4, +4. ഈ സെറ്റിലേക്ക് നോക്കും. A set of all x such that x belongs to x bar എന്താണ് 16 ആണ്.
എക്സ് ബിലോങ്സ് ടു എത്രയെന്ന് പറഞ്ഞിട്ടില്ല, നാച്ചുറൽ നമ്പർ ആണോ ഒന്ന് വ്യക്തമായി പറഞ്ഞെങ്കിൽ എല്ലാ വിലകളും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ വിലകളും എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിൽ കിട്ടുന്ന എല്ലാ വിലകളും സ്വീകരിക്കണം. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് 4 മൈനസ് 4. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്ലസ് 4 ഉണ്ട് മൈനസ് 4 ഉണ്ട്. ഇതാണ് ആ സെറ്റ്. ഈ സെറ്റിലേക്ക് നോക്കാം, ഇതിൽ പ്ലസ് 4 മൈനസ് 4 കാണുന്നില്ലേ? അപ്പോ ഈ സെറ്റിന്റെ ആളുകൾ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ സെറ്റും ഈക്വൽ ആണ്. ഇവിടെ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്നായിരുന്നു എങ്കിൽ സ്ക്വയർ ചെയ്താൽ 16 കിട്ടുന്ന എല്ലാ എണ്ണൽ സംഖ്യകളും അതിൽപ്പെടും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവുള്ളൂ? പ്ലസ് 4 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സെറ്റിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ഈ സെറ്റിൽ രണ്ടാളുണ്ടാവും. ഇതിൽ പ്ലസ് 4 മാത്രം, ഇതില് പ്ലസ് 4 മൈനസ് 4. അപ്പൊ ഇവര് ഈക്വൽ ആവില്ല. എന്നാൽ ഇവിടെ എക്സ് ബിലോങ്സ് ടു ഏതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആ റിയൽ ലൈനിൽ എല്ലാ വിലകളും എല്ലാ വിലകളും സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇനി എക്സ് ബിലോങ്സ് ടു ഇന്റിജർ ആണെങ്കിലോ, എക്സ് ബിലോങ്സ് ടു സെഡ് ആണെങ്കിലോ, ഇന്റിജർ ആകുമ്പോൾ ഈ കണ്ടീഷൻ ശരിക്കും നേരക്കല്ലേ പ്ലസ് 4 മൈനസ് 4. അപ്പൊ കുഴപ്പമില്ല. ഒന്നും വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ അത് റിയൽ ലൈനിലെ എല്ലാ വാല്യൂസും എടുക്കാം. ഓക്കെ, മാക്സിമം 2 വാല്യൂ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. മാക്സിമം 2 വാല്യൂ, ആ 2 വാല്യൂ സോൾവ് ചെയ്ത് നമുക്ക് ഏതായാലും 2 വാല്യൂസ് പ്ലസ് 4 മൈനസ് 4. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്ലസ് 4 മൈനസ് 4 ഉണ്ട്. അതാണ് ആ സെറ്റ്. ഇത് പിന്നെ ഡയറക്റ്റ് ആയി തന്നിരിക്കും. അതായത് ഈ സെറ്റിന്റെ ഈ സെറ്റ് ബില്ലർ ഫോമിന്റെ റോസ്റ്റർ ഫോമാണ് കറക്റ്റ് അല്ലേ? അപ്പൊ ഇവരും ഒരേ ആളുകൾ തന്നെയാണ്. ഇത്തരം കേസിൽ എമ്മും കെയും ഈക്വൽ എന്ന് പറയും. ഓക്കെ, ഒരേ എലമെന്റ് തന്നെയാണോ, അതിനെയാണ് ഈക്വൽസ്. നെക്സ്റ്റ് വൺ ഇക്വിവാലന്റ് സെറ്റ്സ്. നേരത്തെ നമ്മൾ ഈക്വൽ സെറ്റ്സ് പറഞ്ഞല്ലേ, ഒരേ എലമെന്റുകൾ തന്നെ വന്നാൽ ആ സെറ്റുകൾ നമുക്ക് ഈക്വൽ സെറ്റ്സ് പറയും. അപ്പൊ നമുക്ക് ഈക്വൽ ടു ഇട്ടാൽ 2 സെറ്റുകളെ മേടിക്കും. ഇനി ഇക്വിവാലന്റ് സെറ്റ്സ്, 2 സെറ്റുകളെ ഇക്വിവാലന്റ് സെറ്റ് എങ്ങനെ പറയുന്നത്? 2 sets A and B are said to be equivalent if they have same number of elements. 2 sets A and B are said to be equivalent sets if they have same number of elements. 2 സെറ്റുകളെ ഇക്വിവാലന്റ് സെറ്റ്സ് എന്ന് പറയണമെങ്കിൽ ആ 2 സെറ്റിലും എലമെന്റ്സുകളുടെ എണ്ണം തുല്യമായാൽ മതി. എണ്ണം തുല്യമാവണം. ആളുകൾ ആരൊക്കെ എന്നുള്ളത്, അതിനുള്ളിൽ എലമെന്റ്സ് ഏതൊക്കെ എന്നുള്ള വിഷയമല്ല, എണ്ണം തുല്യമാവണം. എ ഈക്വൽ ടു ഒരു സെറ്റ് ഇതാണ്. A equal to 2, 3, 5, 9. B equal to A, B, C. ഇതിൽ 4 എലമെന്റ്സ് ഉണ്ട് അല്ലെ? ഇതിലും ഉണ്ട് 4 എലമെന്റ്സ്. എണ്ണം തുല്യമാണ്. ആളുകൾ എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള വേണ്ടിയാണ് ആവശ്യം. ഈ 2 സെറ്റിലും ആളുകളുടെ എണ്ണം, എലമെന്റ്സുകളുടെ എണ്ണം 4 ആണ്. അതുകൊണ്ട് എയും ബിയും ഇക്വിവാലന്റ് സെറ്റ്സ് ആണ്. ഈ എലമെന്റ്സ് തന്നെയാണോ? ഈ എലമെന്റ്സ് അല്ല. അപ്പൊ നമുക്ക് എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ് അല്ല. എ ഈക്വൽ ടു ബി എന്ന് പറയണം. പക്ഷെ ഇവരെന്താണ്? ഇക്വിവാലന്റ് സെറ്റ്സ്. ഓക്കെ, C equal to L, M, N. D equal to P, Q, R. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? എണ്ണം തുല്യമാണ് അല്ലെ? എങ്കിൽ നമുക്ക് പറയാം ഇത് ഇക്വിവാലന്റ് സെറ്റ്സ് ആണ്. സിയും ഡിയും ഇക്വിവാലന്റ് സെറ്റ്സ്. സി ഈക്വൽ ടു ഡി എഴുതാൻ പറ്റില്ല, ഇക്വിവാലന്റ് സെറ്റ്സ്. ഓക്കെ, ഇ ഈക്വൽ ടു set of all x. X belongs to natural number. E equal to set of all x. X belongs to natural number. 8 less than or equal to x less than or equal to 11. ഇതാണ് ഒരു സെറ്റ്. ഇത് വേറെ സെറ്റ്. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 8 മുതൽ 11 വരെ അല്ലെ? ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 4 എണ്ണം. ഏതൊക്കെയാണ്? 8, 9, 10 വരെ. ഇത് 8, 9, 10 വരെ. ഇവിടെ
ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്, ഇതിലും 4 എലമെന്റ്സ് ഉണ്ട് അല്ലെ? ഓക്കെ, എണ്ണം തുല്യമാണ്, 4 എണ്ണം 4, അതുകൊണ്ട് ഇക്വിവാലന്റ് ആണ്. പക്ഷേ ഇതേ എലമെന്റ്സുകൾ തന്നെയല്ല ഇതിലുള്ളത്. എണ്ണം 4 എണ്ണം വീതം ഈക്വൽ ആണ്, ഇക്വിവാലന്റ് ആണ്. ഇതേ എലമെന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഇതിലെ ആളുകൾ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് സെറ്റും സെയിം ആണ്. എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണ്, എലമെന്റ്സുകളും സെയിം ആണ്. അപ്പൊ അത് ഇക്വിവാലന്റ് ആണ്, അതോടൊപ്പം ഈക്വലുമാണ്. ഇത് ഇക്വിവാലന്റ് സെറ്റ്സ് ആണ് അല്ലെ, എണ്ണം തുല്യം. പക്ഷെ ഇത് ഈക്വൽ സെറ്റ് ആണോ? അല്ല. ഇത് ഇക്വിവാലന്റ് ആണ്, പക്ഷെ എന്തല്ല, ഈക്വൽ അല്ല. ഇത് ഇക്വിവാലന്റ് ആണ്, അതോടൊപ്പം ഈക്വൽ ആണ്. ഇതിന് 4 ആളുകൾ, ഇതില് 8 15 അതൊക്കെ ഇതാ ഇതിന്റെ റോസ്റ്റർ ഫോം അല്ല ഇത്, ഇത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിലെ ആളുകളും എണ്ണം തുല്യമാണ്, ഇതിലെ ആളുകൾ എണ്ണം തുല്യമാണ്, ഇക്വിവാലന്റ് ആണ്. അതോടൊപ്പം ഇതേ ആളുകൾ തന്നെയാണ്, അപ്പൊ ഈക്വലുമാണ്. ഈക്വൽ സെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഇക്വിവാലന്റ് സെറ്റ്സ് ആയിരിക്കും. ഇക്വിവാലന്റ് സെറ്റ്സ് ആണെന്ന് കരുതാൻ ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ഇവിടെ A equal to 2 3 5 9, F equal to 8 9 10 11. ഇതും എണ്ണം തുല്യമാണ് അല്ലെ, 4 എണ്ണം 4 എണ്ണം. അതുകൊണ്ട് എയും എഫും ഇവിടെ ഇക്വിവാലന്റ് സെറ്റ്സ് ആണ്. ഈക്വൽ ആണോ? എലമെന്റ്സ് ഒരേ ആളുകളാണോ? അല്ല. അതുകൊണ്ട് ഈക്വൽ സെറ്റ്സ് അല്ല. ഇവിടെ നോക്കാം, ഇതിൽ 4 ആളുകളുണ്ട്, ഇതിലും 4 ആളുകളുണ്ട്. ഈ രണ്ട് സെറ്റുകൾ എന്താണ്? ഇക്വിവാലന്റ് ആണ്. ഇനി ശരിക്കും നോക്കിയാൽ ഇതേ ആളുകൾ തന്നെയല്ലേ ഇത്, അതുകൊണ്ട് ഇയും എഫും അതാ എയും എല്ലും ഈക്വൽ സെറ്റുമാണ്. ഈക്വൽ സെറ്റിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ, ഈക്വൽ സെറ്റ് ആണെങ്കിൽ അത് ഇക്വിവാലന്റ് ആയിരിക്കും. ഇക്വിവാലന്റ് ആണ് എന്ത് ഈക്വൽ ആവണമെന്നില്ല. അപ്പൊ ഇത് രണ്ടും ഇക്വിവാലന്റ് ആണല്ലോ, ഇക്വലന്റ് ആണ്, അതോടൊപ്പം ഈക്വൽ ആണ്. ഇത് ഇക്വലന്റ് ആണെന്നല്ല, ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ അതേ എലമെന്റ്സ്, ഇക്വലന്റ് ആണെങ്കിൽ എണ്ണം തുല്യമായിരുന്നു. ഓക്കെ, so all equal sets are equivalent sets, but the converse is not true. Okay, okay, next one, singleton set. Singletons, a set which contains exactly one element is called singleton set. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഒറ്റ എലമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. പിന്നെ ഫൈനൈറ്റ് പറഞ്ഞു, ഇൻഫൈനൈറ്റ് പറഞ്ഞു അല്ലെ, ഇക്വാലന്റ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ് ഒക്കെ പറഞ്ഞു. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എലമെന്റ് മാത്രം, ഒന്നിൽ കൂടാനും പാടില്ല, ഒന്നിൽ കുറയാനും പാടില്ല. സെറ്റ് 3 സിംഗിൾ ആണ് അല്ലെ, ഒരു എലമെന്റ് സിംഗിൾട്ടൺ സെറ്റ്. സെറ്റ് -4 സിംഗിൾട്ടൺ സെറ്റ്. Set of 4 takes such that x belongs to natural number ആണ്. എങ്ങനെയുള്ള 7 less than x less than 9. 7നും 9നും ഇടയിലുള്ള എല്ലാ എക്സുകളും എങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ ആയി വരുന്ന എല്ലാ എക്സുകളും, 7നും 9നും ഇടയിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ അതൊക്കെ വരും. 7 ഇല്ല 9 ഇല്ല, ഈക്വൽ ടു ഇല്ല, പിന്നെ അതിന്റെ ഇടയിലുള്ളൂ 8. അപ്പൊ അതിന്റെ ഉള്ളത്തെ ആളെ അന്വേഷിച്ചു പോയാൽ നമുക്ക് കിട്ടും ഇത് 8 മാത്രമാണ്. അപ്പൊ ഇതൊരു സിംഗിൾട്ടൺ സെറ്റ്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ. പ്രൈം നമ്പറിലെ ഈവൻ, പ്രൈം നമ്പറിൽ ആരെ ഈവൻ? പ്രൈം നമ്പർ ആകെ ഒരാളെ ഈവൻ ഉള്ളൂ, അതാരാ? 2 മാത്രം. അപ്പൊ ഇതിന്റെ ഉള്ളില് സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിലെ ഈവൻ ആരൊക്കെയാണുള്ളത്? ആകെ ഒരാളുള്ളൂ, 2. അതുകൊണ്ട് അതൊരു സിംഗിൾട്ടൺ സെറ്റ്. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ നാച്ചുറൽ നമ്പർ ആണ്. വൈ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. എങ്ങനെ നാച്ചുറൽ നമ്പർ ആണോ? സ്ക്വയർ ചെയ്താൽ 25, വൈ സ്ക്വയർ 25 ആകുന്ന വിധമുള്ള എല്ലാ നാച്ചുറൽ നമ്പർ ഇതിലും. വൈ സ്ക്വയർ സ്കോർ ചെയ്താൽ 25 വരുന്ന ആളുകൾ +5 -5 ആണ്, 2 എലമെന്റ്സ്. അതിൽ നാച്ചുറൽ നമ്പേഴ്സിന് മാത്രം എടുക്കുമ്പോൾ +5 -5 -5 നാച്ചുറൽ നമ്പർ അല്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, +5 മാത്രം. അതുകൊണ്ട് ഒരു എലമെന്റ് മാത്രം അതിനെ സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഒരു എലമെന്റും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ? എംപ്റ്റി സെറ്റ്. ഇങ്ങനെയാണ് എംപ്റ്റി സെറ്റ്. ഇതിന്റെ ഉള്ളിൽ ഒരു 0 കൊടുക്കും. 0ത്തിന് സാധാരണ വിലയില്ല, അതുകൊണ്ട്
ഇതിൽ ഒരു എലമെന്റും ഇല്ലാന്ന് കരുതരുത്, ഇതിൽ ഒരു എലമെന്റും ഉണ്ട്. ഇത് സിംഗിൾട്ടൺ സെറ്റ് ആണ്, എംപ്റ്റി സെറ്റ് അല്ല. ഇതിൽ 0 ഉള്ളൂ, 0 വരല്ല, 0 ഒന്നുമില്ലാന്ന് കൂട്ടിയിട്ട് ഇതിനെ എംപ്റ്റി സെറ്റ് എന്ന് പറയില്ല. അതിൽ എലമെന്റ് ഉണ്ടല്ലോ, ആ എലമെന്റിന് വലിയ വാല്യൂ ഇല്ലെങ്കിലോ അത് ഒരു എലമെന്റ് ഉണ്ട്. ഇത് സിംഗിൾട്ടൺ സെറ്റ് ആണ്, എംപ്റ്റി സെറ്റ് അല്ല. ഓക്കെ, അതിൽ വന്നിരിക്കുന്ന സംഖ്യക്ക് വാല്യൂ ഇല്ലെങ്കിലും അതിൽ ഒരാളുണ്ട്. ഇത് സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ. എംപ്റ്റി എന്ന് പറയുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, ഫ്രീ ആയിട്ട്. ഓക്കെ, a set is not changed if the elements are interchanged. A set will not be changed if the elements are interchanged. Also, a set will not be changed if one or more elements are repeated. ഒരു സെറ്റിലെ എലമെന്റ്സുകളുടെയൊക്കെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും ആ സെറ്റ് മാറുകയില്ല. അതോടൊപ്പം ഒരു സെറ്റിലെ എലമെന്റ്സുകളെ ഏതെങ്കിലും എലമെന്റ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലും സെറ്റിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. A equal to 1 2 3 4 5. B equal to 1 2 4 5 3. ഇത് 1 2 3 4 5 ആണ്. അതേ 1 2 3 4 5 ഇവിടെ ഉണ്ട്, അത് ഓർഡർ മാറ്റിക്കണം. 1 ഇവിടെ, 2 ഇവിടെ, 3 അവിടെ, 4 ഇവിടെ. ഇത് രണ്ടും ഒരേ സെറ്റാണ്, ഈക്വൽ ആണ്, ഇക്വിവാലന്റ് ആണ്. ഇങ്ങനെ സെറ്റിലെ എലമെന്റ്സുകൾ ഒന്ന് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും സെറ്റ് മാറുകയില്ല. ഈ സെറ്റ് തന്നെയാണ് എയും ബിയും, ഈ സെറ്റ് തന്നെയാണ് ഇത്. ആ സെറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ഇവിടെ, 2 ഇവിടെ എഴുതിയിട്ട് 5 ഇവിടെ, 4 ഇവിടെ 3. ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഒരു കുഴപ്പമില്ല. A set will not change if the elements are interchanged. എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ സെറ്റ് മാറും. അതുപോലെ A set will not change if the some elements are interchanged. Some elements are repeated. എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്താലും ആ സെറ്റ് ചേഞ്ച് ആണ്. M equal to ABC. ABC നമുക്ക് CAB എന്നൊക്കെ അല്ലേ, അങ്ങോട്ട് മാറ്റി വെക്കാം. K equal to ഇവിടെ ചെയ്യുന്നത് ABC എഴുതിയിട്ട് പിന്നെ ഇതിന് എലമെന്റ് വേറെ ഏതെങ്കിലും ഒന്നും എടുത്ത് തരും, അത് കുഴപ്പമില്ല. അതിനോട് എങ്ങനെ എഴുതാം? ABBCC. നോക്കണം, എയും ബിയും സിയും ഇതിലുണ്ടാവും. പിന്നെ അവര് എത്ര പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല. അപ്പൊ എണ്ണുമ്പോ നോക്കുക, ഇതില് 1 2 3 4 5 5 എലമെന്റ് എണ്ണാൻ പാടില്ല. എണ്ണുമ്പോ ഒരാൾ ഒരു പ്രാവശ്യം എണ്ണാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ കാര്യം നോക്കാം. എലമെന്റ്സുകൾ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കുഴപ്പമില്ല. സെറ്റ് പി ക്യു ആർ എന്ന് പറഞ്ഞാലും സെറ്റിന്റെ ഉള്ളിൽ പി ആർ ക്യു എന്ന് പറഞ്ഞാലും സെറ്റ് ആർ ക്യു പി എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ എലമെന്റ്സിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. എ 2 പ്രാവശ്യം ചെയ്താൽ ബി 1 പ്രാവശ്യം ചെയ്ത് സി 5 പ്രാവശ്യം ചെയ്തൊരു കുഴപ്പമില്ല. അപ്പൊ എണ്ണുമ്പോ നോക്കണം, ഇത് 1 ഇട്ടുണ്ട്, 2 3 എലമെന്റ് എണ്ണാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, സബ്സെറ്റ്സ്. A set A is said to be the subset of B if every element of the set A is also an element in the set B. A എന്നുള്ള സെറ്റിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സുകളും ബിയിലെ എലമെന്റ്സ് ആയിരിക്കണം. സബ്സെറ്റിനെ ഈ ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് സെറ്റുകൾ നമ്മൾ ഈക്വൽ സെറ്റ് ഈക്വൽ സെറ്റ് ഒക്കെ പറഞ്ഞല്ലേ. ഇനി സബ്സെറ്റ് ആണ്. ഒരു സെറ്റ് വേറെ സെറ്റിന്റെ സബ് ആവണമെങ്കിൽ, എ എന്നുള്ളത് ബിന്റെ സബ് ആവണമെങ്കിൽ ഏത് എലമെന്റ്സ് ഒക്കെ ബിയിലുള്ളവരായിരിക്കും. A subset B if whenever X belongs to A then X belongs to A. എന്നുള്ളത് ബിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ if എപ്പോഴാ whenever X belongs to എപ്പോഴൊക്കെയാണോ X എന്നുള്ള എലമെന്റ് എയിലുള്ളത് അപ്പോഴൊക്കെ ആ X ബിയിലുണ്ടെങ്കിൽ Xൽ A എന്നുള്ള സെറ്റിൽ ഏതൊരു X എടുത്താലും, ഏത് സെറ്റിൽ ഏതൊരു എലമെന്റ് കേട്ടോ, ഏത് എലമെന്റ് ആണ് X, ഏതൊരു എലമെന്റ് എടുത്താലും X എന്ന എലമെന്റ് എടുത്താലോ ആ X എന്ന എലമെന്റ് എപ്പോഴും എവിടെയാണ് ബിയിലുണ്ട്. ഏതൊരാൾ എടുത്തോ അവൻ ബിയിലുണ്ട്.
ഏത് വേറെ എടുത്തോ അവൻ ബിയിലുണ്ട്, ഏത് വേറെ എടുത്തോ അവൻ ബിയിലുണ്ടെങ്കിൽ, ഏതൊരാളെടുത്താലും ആ ആള് ബിയിലുള്ള ആളാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പറയാം എ എന്താണ്, ബിയുടെ സബ്സെറ്റ് ആണ്. എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 1 2 3 എക്സെട്ര 10. നോക്കണം, 1 ഉം 2 ഉം 3 ഉം 4 ഉം ഇതിലുണ്ട്. ഇതിന്റെ ഒരു സബാണ്, ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഏതെല്ലാരും ഉണ്ട്. ഏതൊരാളെടുത്തൊക്കെ 1 ഇവരെടുത്തോക്കാം, ഇവരെടുത്തോക്കാം 4, പിന്നെ 5 ഒക്കെ ഇതിലുണ്ടായിക്കോട്ടെ, വിഷയമല്ല. എല്ലാ ആളുകളും ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ട്. അതുകൊണ്ട് ഇത് സബാണ്. ആരുടെ സബാണ്? ഇവന്റെ. ഇവനല്ലേ മെയിൻ. എ എന്നുള്ളത് ബിയുടെ സബാണ്. എ എന്നുള്ളത് സബ്സെറ്റ് ആണ്. അവരുടെ എ സബ്സെറ്റ് ബി. ഇത് ബിലോങ്സ് ടു, ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു. സബ്സെറ്റ് പറയുമ്പോൾ ഇത്ര തന്നെ കുറച്ചുകൂടെ നീട്ടിട്ട് ഈ ഷേപ്പിലാണ് വരുന്നത്. അപ്പോ whenever x belongs to a, എപ്പോഴൊക്കെയാണോ എക്സ് എയിലുള്ളത്, ഏത്തെ ഓരോ എലമെന്റിന്റെ പേരാണ് എക്സ്. എപ്പോഴൊക്കെയാണോ എക്സ് എന്ന ഒരാൾ എയിലുള്ളത് ആ സമയത്തൊക്കെ ആ എക്സ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. ഇതൊരു എക്സ് ആണ്, ഏത്ത് 1 അല്ലെ. എക്സിന് ഏത്തൊരു എക്സ് എടുത്തു അവൻ ബിയിലുണ്ട്. ഏത്ത വേറെ എക്സ് എടുത്തു അവൻ ഇവിടെ ഉണ്ട്. ഏത്ത വേറെ എക്സ് എടുത്തു അവൻ ഇവിടെ ഉണ്ട്. അടുത്ത വേറെ എക്സ് എടുത്തു അവനുണ്ട്. ഇവിടുത്തെ ഏതൊരു എക്സ് എടുത്താലും അതൊക്കെ ബിത്തെ എക്സ് ആണ് എങ്കിൽ ആ സമയത്ത് നമുക്ക് പറയാം എ സബ്സെറ്റ് ബി. ഇനിയിപ്പോ ഇവിടെ 10 വാങ്ങില്ല, 9 വരെ പോയി മതി. ഇവരിതിന്റെ ഉള്ളിലുണ്ടാവും. വേണ്ട 4 5 മതി. 1 ഇതിലുണ്ട്, 2 ഉണ്ട്. ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ എ സബ്സെറ്റ് ബി. ഇനി 5 വാങ്ങുന്നില്ല. 1 ഇതിലുണ്ടല്ലോ, 2 ഉണ്ട്, 3 ഉണ്ട്, 4. ഇവരെല്ലാ ആളുകളും ഇവിടെ ഉണ്ട് എങ്കിലും നമുക്ക് പറയാം എന്താ, എ ബിയുടെ സബാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം. 1 അവിടെ ഉണ്ട്, 2 അവിടെ ഉണ്ട്, 3 അവിടെ ഉണ്ട്, 4 അവിടെ ഉണ്ട്. ഇവരെല്ലാ ആൾക്കാരും അല്ലെ, എല്ലാ ആളുകളും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ബിയും സബാണ് ആരുടെ? എയുടെ സബ്. ബി സബ്സെറ്റ് ആണ് ആരുടെ? ബിത്തെ എല്ലാ ആളുകളും എയിലുണ്ട്, ഏതെല്ലാ ആളുകളും ബിയിലുണ്ട്, എ സബ്സെറ്റ്. ഇനി ഇവിടെ 5 കൂടെ വന്നാൽ എന്താ സംഭവം നോക്കുക. അപ്പൊ അവരെല്ലാവരും ഇവിടെയുണ്ട്, എ സബ്സെറ്റ് ബി. പക്ഷെ ഇവരെല്ലാവരും അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഒരാൾ തമ്മിൽ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇപ്പോഴും എ സബ്സെറ്റ് ബി ആണ്, അതുപോലെ ബി സബ്സെറ്റ് ബി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. എപ്പോൾ മാത്രമാണോ ആ 2 സെറ്റും ഈക്വൽ സെറ്റ് ആകും. ഇവരെന്നെ അവിടെ വേണ്ട, കറക്റ്റ് ഏറാനും പോയാലും പാടില്ല. അപ്പൊ 2 സെറ്റ് ഈക്വൽ ആണെങ്കിൽ അവർ പരസ്പരം സബ്സെറ്റുകളായി. ഇതിന്റെ സബ് അത് അതിന്റെ സബ്. ഇനി തിരിച്ചു പറയാം, സി എന്നുള്ള സെറ്റ് ഡിയുടെ സബ്സെറ്റ് ആണ്. അതുപോലെ ഡി എന്നുള്ള സെറ്റോ അത് സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ആ 2 സെറ്റും ഈക്വൽ സെറ്റ്. 2 സെറ്റും പരസ്പരം സബ്സെറ്റുകളാണ് എങ്കിൽ ഈ എലമെന്റ്സും ഇതിലെ എലമെന്റ്സ് ഒക്കെ അതിലെ എലമെന്റ്സ് ഒക്കെ ഇതിലും ഉണ്ട് എങ്കിൽ അപ്പൊ അത് കറക്റ്റ് എണ്ണം ശരിയായിട്ട് ആളുകളൊക്കെ ശരിയാണ്, അത് ഈക്വൽ സെറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര അങ്ങനെ പോവാം. ഇന്റീജേഴ്സ് ആണെങ്കിൽ -2 -1 0 1 2 3 എക്സെട്ര അങ്ങനെ. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 0 1 2 3 എക്സെട്ര. റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാടുണ്ട്, ഉള്ള ഏതൊക്കെയാണ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അവിടുന്ന് തുടങ്ങാനും അറിയാം. ഈ ആളുകളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലെ. 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്നുള്ളത് സബ്സെറ്റ് ആണ് ആരുടെ? ഇന്റീജറിന്റെ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ സബ് ആണ് ആരുടെയോ? സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലെ. ഈ ആളുകളൊക്കെ അതിലുണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 0 ഇല്ല, -1 ഒന്നും ഇല്ല അല്ലെ. ഇതിന്റെ സബ്സെറ്റ് അല്ല ഇത്, പക്ഷെ ഇതിന്റെ സബ്സെറ്റ് ആണ്. അവരെല്ലാവരും ഇവിടെയുണ്ട്, അതുകൊണ്ട് എന്നെ സബ്സെറ്റ് ആണ് ആരുടെ? ഇന്റീജേഴ്സ്. ഇത് തിരിച്ചറിയാം. ഇനി ഇവിടെ നോക്കുക, ഹോൾ നമ്പേഴ്സ് 0 1 2 3. ഈ ആളുകൾ മുഴുവൻ ഇതിനുള്ളിലുണ്ട് അല്ലെ. അതുകൊണ്ട് ഹോൾ നമ്പറിന്റെ സെറ്റ് സബ്സെറ്റ് ആണ് ആരുടെ? ഇസെറ്റിന്റെ. ഈ ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ട് അല്ലെ. ഇതന്നെയാണിത്, ഒരു 0 ഇതിൽ പോകും അല്ലെ. അതുകൊണ്ട് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബാണ് ആരുടെ? ഹോൾ നമ്പർ.
ഈ ആളുകൾ മുഴുവന് പോസിറ്റീവ് റിയൽ നമ്പറോ പോസിറ്റീവ് ഇന്റിജർ ആവട്ടെ ഹോൾ നമ്പേഴ്സ് ആവട്ടെ റാഷണൽ ഇറാഷണൽ ഇവര് മുഴുവൻ അടങ്ങുന്നതാണ് എന്ത് റിയൽ നമ്പേഴ്സ്. ഇവരെല്ലാവരും റിയൽ നമ്പറിന്റെ സബാണ്. നാച്ചുറൽ നമ്പർ സബാണ് ആരുടെ റിയൽ നമ്പർ. ഇതിന്റെ ഉള്ളത്തെ ഈ ലൈനിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. അതേമാതിരി ഇന്റിജറും സബ്സെറ്റ് ആണ് അവരുടെ റിയൽ നമ്പറിന്റെ. റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ ഒക്കെ ഇവരെല്ലാവരും റിയൽ നമ്പറിന്റെ സബ്. റിയൽ നമ്പറിന് സെലക്ട് ചെയ്തുണ്ടായതാണ് നാച്ചുറൽ നമ്പർ. റിയൽ നമ്പറിന് സെലക്ട് ചെയ്താണ് ഇന്റിജർ ഹോൾ നമ്പേഴ്സ് അല്ലെ. അതുകൊണ്ട് എല്ലാ സെറ്റുകളും ഏതിന്റെ സബാണ് റിയൽ നമ്പറിന്റെ സബ്. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഓക്കെ. നെക്സ്റ്റ് m equal to 1 2 3 etc 9. ഇതില് 9 എലമെന്റ്സ് ഉണ്ട് അല്ലെ. 1 2 3 4 5 6 7 8 9 അല്ലെ. There are 9 elements in the set M. Symbolically we can write it as n of m equal to 9. ഇതിൽ 9 ആളുകളുണ്ട്, 9 എലമെന്റ്സ് ഉണ്ട്. m എന്ന സെറ്റിൽ 9 എലമെന്റ് ഉണ്ട് എന്ന് എഴുതാം. n of number of elements in the set M equal to 9. p equal to a b c. p equal to a b c. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. So we can write n of p. p യിലെ ആളുകളുടെ എണ്ണം n of p. p യിലെ ആളുകളുടെ എണ്ണം 3 എണ്ണം. ഓക്കെ. n of എന്നുള്ളതാണ് എണ്ണം. ഓക്കെ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ കൺസെപ്റ്റുമായിട്ട് പുതിയ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ തിരിച്ചു. ഓക്കെ.